നീ പോയിട്ട് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. പതിയെ വന്നാ മതി കേട്ടോ. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും വെച്ച് നോക്കുമ്പോൾ നർക്കോട്ടിക്സും പിന്നെ വെപ്പൺസിൻ്റെയും അളവ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു 57%. അപ്പം തന്നെ നോക്ക് നമ്മുടെ കമ്പനി എത്ര ലോ ആയിന്ന്. നിങ്ങളെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം വല്ല കഴുതകളെ വെച്ചിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും രക്ഷപ്പെട്ടു പോയാനെ. നേരത്തെയൊക്കെ ഈ കമ്പനി 100% വെപ്പൺസ് സെല്ലായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് എൻ്റെ കമ്പനി എല്ലാം നശിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്കൊക്കെ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെ ഞാൻ എൻ്റെ കമ്പനി ഉയർത്തിക്കൊണ്ടുവരും? ഞാൻ മൊത്തത്തിലൊരു ഹാങ് ഓവറിലിരിക്കുക. ഇന്നലെ രാത്രി ക്ലബിൽ വെച്ച് നടന്ന പാർട്ടി അടിപൊളിയായിരുന്നു. അതേന്നെ. എന്നിട്ട് പാർട്ടി അവസാനിക്കാൻ നേരത്ത് നമ്മൾ അവസാനം ഒരു ബിയറും പൊട്ടിച്ച് കുടിച്ചിട്ട് നില വിളിച്ചിട്ട് മോളിൽ നിന്നിട്ട് എന്നെ കണ്ടിട്ടെന്താ വീട്ടിനെ പോലെ തോന്നുന്നുണ്ടോ? എവിടെ ഞാൻ അത്രയും കിടന്ന് അലറുമ്പോൾ നീ അവിടെ വേറെ എന്തെങ്കിലും ബിയർ പൊട്ടിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹലോ, നിങ്ങളൊക്കെ ഇവിടുത്തെ എംപ്ലോയികളാണ്, അല്ലാണ്ട് റേഷൻ കടയിൽ നിൽക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾക്കൊക്കെ എന്തിൻ്റെ കുറവ് അവിടെ ഉള്ളത്? എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, എന്തുകൊണ്ടാണ് നമ്മുടെ കമ്പനിയിൽ നർക്കോട്ടിക്സും പിന്നെ അതുപോലെ വെപ്പൺസും സെല്ലാകാത്തത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ ഇന്നലെ ഞാൻ ജവാൻ എന്ന് പറയുന്ന ഒരു മൂവി കണ്ടു. അതിൽ അവനൊരു ആർമിയാണ്. അവൻ ഒരു വാറിന് പോയിട്ട് ഗണ്ണ് ഉപയോഗിച്ചപ്പോൾ അത് വർക്കായില്ല. ഞാൻ ചെയ്ത ആദ്യത്തെ പൊട്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെപ്പോലെയുള്ള മണ്ടന്മാരനെ എൻ്റെ കമ്പനിയിൽ എംപ്ലോയി ആയി വെച്ചു. അത് വലിയ തെറ്റാണ്. പിന്നെ രണ്ടാമത്തെ ശരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെയൊക്കെ ഇപ്പോൾ അടിച്ച് വെളിയിലിടാൻ പോവാണ്. കാരണം ഇവിടെ നിങ്ങളുണ്ടായിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങളെ എല്ലാവരെയും അടിച്ച് വെളിയിലാക്കാൻ പോവാണ്. കളപ്പന്നികൾ. ഒന്ന് പോയി. ഞാൻ അടുത്തത് എനിക്കൊരു ചോദ്യം ചോദിക്കാൻ. പറ. എനിക്ക് ഹൈ എംപ്ലോയി കിട്ടാൻ വല്ല വഴിയുണ്ടോ ക്യാപ്പച്ചിനോ? അതിന് നീ ജീവനോടെ ഇരുന്നാലല്ലോ നിനക്ക് ഹൈ എംപ്ലോയി കിട്ടുള്ളൂ. ജീവനോട് റെഡിയാക്കി വെക്കണേ. ഞങ്ങൾ എല്ലാവരും പോയി. ഇനി രണ്ടെണ്ണത്തിനെ അടിച്ചുവിട്ട കാര്യം കഴിഞ്ഞു. മച്ചാനെ ഒരു ലെവലും കൂടി തീർക്കാണ്ട്. ഒരു മിനിറ്റ്. അത് ശരി. ക്യാപ്പച്ചിനോ. ആ വേഗൻ, നീ വന്നെന്തായാലും നന്നായി. ഇവന്മാർക്ക് ബിസിനസ്സിനെ പറ്റി ഒരു തൊലിയും അറിയുന്നില്ല. കിണ്ടി ഇതുപോലെയാണ് പോകണമെങ്കിൽ എൻ്റെ മാർക്കറ്റ് പൂട്ടേണ്ടി വരും. ആ കാണുന്ന കണ്ണാടി വെച്ച ബീൻ നമ്മളെ പോലെ ഒരാളാണ്. അവനിക്കറിയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്കും അറിയുന്നത്. എന്നിട്ട് അവൻ വെപ്പൺസും നെക്കോട്ടിക്സും ഒക്കെ എങ്ങനെയാ മാർക്കറ്റ് പെട്ടെന്ന് ചെയ്യുന്ന വിടുന്നത്? അവൻ എന്തോ ഇല്ലീഗലായിട്ട് ചെയ്യുന്നുണ്ട്. ഓ, എത്ര നാളായി കണ്ടിട്ട് വാഗൻ. പക്ഷെ നീ പറഞ്ഞിട്ട് കയറി വരായിരുന്നു. ഞാനൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിലാണ് ഇപ്പോൾ. ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഇത് മറ്റേ ബേഗ സ്ട്രീറ്റിന്റെ അടുത്തുള്ള വെയർ ഹൗസിനെ പറ്റിയാണ്. അത് വിത്തേക്ക് എനിക്കറിയാം. നിങ്ങൾക്കറിയാമോ? അതെ, എൻ്റെ ചേച്ചിയുടെ മകൻ അവിടെ ഒരു പാർട്ടി നടത്തുകയായിരുന്നു രാത്രി. അല്ല, ഞാൻ പാർട്ടിനെ കുറിച്ചല്ല സംസാരിക്കാൻ വന്നത്. രാത്രി വെയർ ഹൗസിൽ ആരോ ഇടിച്ച് കയറി, എന്നിട്ട് എല്ലാവരെയും വെടിവെച്ച് കൊന്നു. ആരും ജീവനോടെ ഇല്ല. ഇത് ചെയ്തത് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ഇതെല്ലാം ചെയ്തത് ഒരു ബീനാണ്. അവന്റെ പേരാണ് കില്ലർ ബീൻ. കില്ലർ ബീൻ? ഒരാള് മാത്രോ? ഇത് സാധാരണ ബീനല്ല. ഞാൻ അവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെയല്ല. ഏത് ബീനാണിത്? അവൻ ആരാ വിട്ടത്? അവന്റെ ബോസ് ആരാ? ഇത് ഞാൻ മാർക്കറ്റിംഗ് കൊടുക്കാത്ത ആൾക്കാർ വല്ലതും ചെയ്തതാണോ? അത് തന്നെ ആയിരിക്കും, വേറെ ആരും ആയിരിക്കില്ല. അവൻ ആരായാലും ശരി, നീ അവനെ കണ്ടുപിടിക്കണം. അവനെ കണ്ടുപിടിച്ച് അവനെ കൊല്ലണം. ഓ, ഞാൻ എന്തായാലും അത് ചെയ്തിരിക്കും. എനിക്ക് കുറച്ച് ടീംസിന് വേണം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ അന്വേഷിച്ചിട്ടാ കില്ലർ ബീൻ വരുന്നത്. അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണം. ശരി, നമുക്കിവിടെ കുറേ വെയർ ഹൗസസ് ഉണ്ട്. അവിടെയൊക്കെ ഒരുമിച്ച് കില്ലർ ബീൻ അറ്റാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.
നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വെയർ ഹൗസിലും ടീമപ്പ് സെക്യൂരിറ്റീസ് ടൈറ്റ് ചെയ്ത് വെക്കണം. അതാണ് നിന്റെ ജോലി, വേറൊന്നുമില്ല. അപ്പൊ കില്ലർ ബീനെ ഞാൻ എന്താ ചെയ്യണ്ടേ? അവനൊന്നും ചെയ്യണ്ടേ? അവനെയൊന്നും ചെയ്യണ്ട. അവനൊരു പാവം ചെറുക്കനല്ലേ. അവന് നീ ഒരു മാംഗോ ജ്യൂസ് മേടിച്ചു കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞേക്ക്. എടാ കഴുതേ, നീ എന്താ എൻ്റെ അടുത്ത് ചോദിക്കുന്നേ? അവനെ കൊന്നുകളാ. എൻ്റെ ചേച്ചിയുടെ മോനെയാണ് അവൻ കൊന്നിരിക്കുന്നത്. അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല. എനിക്ക് കുറച്ച് ആൾക്കാരിന് വേണ്ടി വരും, ടോപ്പ് പ്രൊഫഷണൽ. അത് ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞോളാം. നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യേ. യെസ് സർ. വേഗൻ, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. എൻ്റെ ചേച്ചിയുടെ മോനെ എങ്ങനെയാണോ അവൻ കൊന്നേ, അതുപോലെ അവൻ ചാവണം. അപ്പൊ നമ്മളെവിടെയാ പറഞ്ഞു പോയിട്ട് കുറച്ച് അത്യാവശ്യം സാറേ. ഹലോ. ഹേയ് ഹാരി, ഞാനാണ് ഡിറ്റക്റ്റീവ് ക്രാംബോ. ഹേയ് പറ മിസ്റ്റർ ക്രോംബോ. ഹേയ്, ഞാൻ അയച്ച ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടിയോ? ഞാനത് നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിത് വെച്ചിട്ട് എങ്ങനെ അവനെ കണ്ടുപിടിക്കാനാ? എനിക്കെന്താ കിട്ടിയ അത് പറ. ആദ്യം പറയാനാണെങ്കിൽ ഞാൻ കാറിനെ പറ്റി പറയാം. കാറിൻ്റെ ടയേഴ്സ് സിലിക്കോൺ സ്റ്റീൽ ഫ്രം ആലോയ്. ഇതൊക്കെ ഹൈ പെർഫോമൻസ് കാറിൽ മാത്രമേ ഉപയോഗിച്ച് വന്നിട്ടുള്ളൂ. ഇതൊരു യുണീക്ക് അല്ല, പക്ഷേ ഇത് സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്നത് അപൂർവമായിട്ടാണ്. ആ ഗോൾഡൻ ബുള്ളറ്റ്സിനെ പറ്റിയിട്ടോ? പിന്നെ ആ കാര്യം, എൻ്റെ 15 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു ഗോൾഡൻ ടൈപ്പ് ബുള്ളറ്റ് കണ്ടിട്ടില്ല. പക്ഷേ അതൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് ചെറിയ ഹോളായി ഉണ്ടാക്കിയിട്ട് അകത്തേക്ക് പോവും, വലിയ ഹോളായിട്ട് പുറത്തേക്ക് വരും. പിന്നെ ബുള്ളറ്റിൻ്റെ അകത്തുള്ള പേര്, സിഗ്നേച്ചേഴ്സ്, ഇതാരും അങ്ങനെ ചെയ്യാറില്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുമായിരിക്കില്ല. അതിവിടെ ഹാരി, ഞാൻ ബുള്ളറ്റിൽ പേരിരിക്കുന്ന കാര്യമല്ല ചോദിച്ചത്. അവനത് എല്ലാവിടെയും ഇട്ടിട്ട് പോയിട്ടുണ്ട്. കില്ലർ ബീനാ? ഞാനങ്ങനെ ഒരു പേരേ കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അവനിക്കൊരു ധൈര്യം ഉണ്ടാവും, അവനാരും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ധൈര്യം. പറയും പോലെ അവൻ ക്യാപ്പുച്ചീനോനെ തന്നെയാണോ കൊല്ലാൻ വന്നത്? അവനിക്കൊരു ബോസ് ഉണ്ടോ? അതവൻ എങ്ങനെയാണ് വന്നത്? ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കെന്താ തോന്നുന്നത് ഹാരി? എനിക്കിവൻ ക്യാപ്പുച്ചീനോനെ തന്നെയാണോ കൊല്ലാൻ വന്നതെന്ന് ഡൗട്ടുണ്ട്. എനിക്കത് തോന്നിയായിരിക്കും. അവൻ ക്യാപ്പുച്ചീനോനെ തന്നെയായിരിക്കും കൊല്ലാൻ വന്നത്. നിങ്ങൾ രണ്ടുപേരും വെച്ചൊരു കോംബോ ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. എനിക്ക് ഒരു ചെറിയ ഡൗട്ടുണ്ട് കില്ലർ ബീന് ഇനി അടുത്ത ഏത് വെയർ ഹൗസിലാണ് പോകുമെന്ന്. ഹാരി, എനിക്ക് പോയിട്ട് തീർത്തിട്ടുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ശരി എന്നാ. ഇതാണ് സ്ഥലം. വാതിൽ തുറന്നകത്ത് കയറണോ അത് ചവിട്ടി പൊളിച്ച് കയറണോ? എനിക്ക് തോന്നുന്നു എൻ്റെ തോക്കിനൊന്നും പണിയില്ലാന്ന്. ലെറ്ററോ? ഷാഡോ ബിൻ.
പോയാ പോയല്ലേ. ആഹാ, രണ്ടെണ്ണം അകത്താക്കാനുള്ള സമയം.